ഗായ്സ്, എല്ലാവർക്കും പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഫാമിലീൻ്റെ കൂടെ കൊടൈക്കനാലിലേക്ക് ഒരു യാത്ര പോകാൻ കേട്ടോ. അങ്ങനെ ഇന്ന് രാത്രി ഞങ്ങൾ പുറപ്പെട്ട് നാളെ രാവിലെ ഒരു 6 മണിയൊക്കെ ആകുമ്പോഴാണ് കേട്ടോ അവിടെ എത്തുന്നത്. അങ്ങനെ അവിടെ എത്തി. ഇതാണ് കേട്ടോ നമ്മളെ റൂം. ഗായ്സ്, നമ്മളിപ്പോൾ നമ്മളെ റൂമിലെത്തിയിട്ടുണ്ട്. ആ കാണുന്ന ഹട്ടുകളാണ് നമ്മളെ റൂം കേട്ടോ. വെച്ച് നോക്കട്ടെ. ഫാദി ഗായ്സ്, ഓയോ നമ്മൾ കുറെ ആൾക്കാർ 2 വണ്ടിയിലാണ് വന്നത്. നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളാണ്. നമ്മൾ എവിടെയൊക്കെ വന്നത്? നമ്മൾ കൊടൈക്കനാല് ഗൈസ്. അപ്പോൾ നമുക്ക് കാണാം. ഓക്കെ, ഫ്രഷ് ആയിട്ടൊക്കെ ഒന്ന് കാണാം. വെച്ച് ഒരു ഹായ് പറയൂ. നമ്മളെ വേറെ കാറിലുള്ള ആൾക്കാരെ കാണിച്ചു തരാം. വണ്ടർലേന്നൊക്കെ അവർ പറയണേ. ഇത് ഒളിച്ച് നിൽക്കുന്ന ടീംസ് തണുപ്പായിട്ട് കാറിന്ന് ഇറങ്ങുന്നില്ല. ഉമ്മച്ചി ഇങ്ങോട്ട് നോക്കി. ഉമ്മച്ചി എന്താ ഇറങ്ങാത്ത? തലവേദന. എബു ഈ പുള്ളേക്കില്ല. ഗൈസ്, ഇവിടെ ഒരാൾ ഇവിടെ ഉണ്ട്. ഫോൺ ആരാണിത്? ഹായ് പറയൂ. ടൂറ് വന്നിട്ട് കളി കണ്ടുപിടിക്കുന്ന ആളാണ്. ടീം ഉണ്ടുണ്ട്. നമ്മളെ റൂമാണിത്. റൂമിലേക്ക് പോവാം. ഡോർ തുറക്കാണ്. ഫാദി എപ്പോൾ കൊടുക്ക്. ഡോർ തുറക്കട്ടെ. ഡോറൊക്കെ തുറന്ന് ഗൈസ്, വ്യൂ. TV ഉണ്ട്, ബെഡ്, ഇത് ഒരു മിറർ. ഗൈസ്, നമ്മളെ റൂമിൻ്റെ മുകൾ ഭാഗത്തായിട്ട് സവർജൽ തോട്ടമുണ്ട് കേട്ടോ. ഒരുപാട് സവർജൽ അതുമേലുണ്ടായിരുന്നു. അതേപോലെ റൂമിൻ്റെ താഴെയായിട്ട് പ്ലം തോട്ടമാണ് കേട്ടോ. എന്നിട്ട് അവിടുത്തെ ആൾ അവിടെ നിന്ന് പറിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ഓരോട് വാങ്ങിട്ടോ. നല്ല മധുരമുള്ള പ്ലം ആയിരുന്നു കേട്ടോ. വലിയ രസമുണ്ട്. മരത്തുമ്പോ നച്ചല്ലേ ഇത് മധുരം അറിയോ? ഞാൻ ഇതിലും വാങ്ങിക്കോളൂ. എന്നാലും കുറക്കാം. പ്ലം ആദ്യമായിട്ട് എത്ര മധുരത്ത് ഞാൻ കഴിക്കണേ. നമ്മളവിടുന്ന് വാങ്ങണൊക്കെ ഒരു പുളിയായിരിക്കൂലേ. അങ്ങനെ അതാ നമ്മൾ പ്ലം ഒക്കെ വാങ്ങിട്ടോ. ഗായ്സ്, ഇതാണ് നമ്മളെ പെച്ചി. എന്താ പറയല്ലേ? എന്നാ ഇവിടെ വന്നേ? കൊടൈക്കനാൽ. അപ്പൊ ഗായ്സ്, നമുക്ക് കൊടൈക്കനാലത്തെ വ്യൂ കാണാം. തണുപ്പ് കുറവാ. അപ്പൊ എന്താ നല്ല തണുപ്പുണ്ട്. ഗൈസ്, അങ്ങനെ തന്നെ നമ്മൾ റൂമിലെത്തി ഫ്രഷായി. പിന്നെ നമ്മൾ പോകുന്നത് ലാക്കിലേക്കാണ് കേട്ടോ. അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ എത്തലും നല്ല മഴയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് നേരം കാറിലൊക്കെ കുത്തിയിരുന്ന് പിന്നെ മഴ പോയതിന് ശേഷം കേട്ടോ പുറത്തിറങ്ങിയ നല്ല വ്യൂ കേട്ടോ. സെറ്റ് സ്ഥലം. ഗൈസ്, ഇവിടെ ചെറിയ പ്രായക്കാർക്കും വലിയ പ്രായക്കാർക്കൊക്കെ പറ്റിയ സൈക്കിൾ ഉണ്ട് കേട്ടോ. അങ്ങനെ ഈ ലാക്ക് ഫുൾ ചുറ്റി വരുമ്പോഴത്തേക്കും ഒരു അരമണിക്കൂർ കഴിയും കേട്ടോ. അപ്പം നമ്മൾ അതിൽ സൈക്കിൾ എടുത്ത് ചവിട്ടാൻ തുടങ്ങി. ബാക്കിൽ ഗൈസ് നമ്മളിവിടെ ചവിട്ടണം. ഒരാൾ വീണിരിക്കുന്നു. ഗൈസ്, ഇത് ഒരു മാസം മുമ്പ് എടുത്ത വീഡിയോസാണ് കേട്ടോ. ഇതിപ്പോഴാണ് ഒന്ന് ഫ്രീ ആയി എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നത്. നല്ല അടിപൊളി ക്ലൈമറ്റിലായിരുന്നു നമ്മൾ പോയത്. നല്ല സീസണായിരുന്നു. കഴിഞ്ഞ മാസമായിരുന്നു ഞങ്ങൾ പോയത്. നല്ല മഴയും കോട ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഗൈസ്, പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ പോയത് കോക്കേഴ്സ് വാക്കിലേക്കാട്ടോ. അവിടെ ഒരുപാട് കോട ഇറങ്ങിയെന്ന് നല്ല ഭംഗിയുണ്ട് കേട്ടോ. അവിടെ കാണാൻ കുറച്ചങ്ങ് നടക്കാനൊക്കെ ഉള്ള സ്ഥലമാണ് കേട്ടോ അവിടെ. ഗൈസ്, ഇവിടെ നല്ല വ്യൂ പോയിൻ്റ് ഏരിയ ആണ് കേട്ടോ. അവിടെ അടിപൊളിയാണ്. നമ്മളൊരു ഈവനിങ് ഒക്കെ ആയപ്പോഴാണ് ഇവിടേക്ക് ഇറങ്ങിയിരുന്നത്. നല്ല തണുപ്പുണ്ടായിരുന്നു. അതേപോലെ തന്നെ നല്ല കോടയുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ പർച്ചേസിങ് ഏരിയ ഉണ്ട്. കുറേ സാധനങ്ങളൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ റൂമിലെത്തി ഫ്രഷായി. പിന്നെ നമ്മൾ രാത്രി കള്ളനും പോലീസൊക്കെ കളിച്ച് എൻജോയ് ചെയ്തിട്ടോ. പിന്നെ പിറ്റേത്തെ ദിവസമായി. ഗൈസ്, അങ്ങനെ ഇന്ന് സെക്കൻഡ് ഡേ ആണ്. ഞങ്ങൾ ഇന്ന് ഗുണ കേവിലേക്കാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ രാവിലെ തന്നെ റൂമിൽ നിന്ന് ഇറങ്ങി. ഫസ്റ്റ് ഞങ്ങൾ പില്ലർ റോക്കിലേക്കാണ്
കേട്ടോ കയറിയത്. ഇവിടെ നല്ല മഴ ആയിരുന്നു, അതേപോലെ നല്ല കുടയുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ആൾക്കാരുണ്ടായതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറി കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടോ. ഒന്ന് ചിരിച്ചേ. ഒച്ച ഫോട്ടോയിൽ കിട്ടൂല മിസ്റ്റർ, അതല്ല ഞാൻ ഉദ്ദേശിച്ചേ. ഒന്ന് പുഞ്ചിരിക്കൂ, സ്മൈൽ. എനിക്ക് പ്രേമിക്കാൻ തോന്നുന്നു. ഓഹോ, ഇവിടെ വന്ന് ഇതൊക്കെ കണ്ടപ്പോ തുടങ്ങിയതാണ് യാസോ. ഇനി മുതൽ നീല ടോയ്ലറ്റിനും ചുവപ്പ് ബാത്റൂമിനും ഹാർപിക്. ഗൈസ് ഫൈനലി നമ്മൾ ഗുണ കേവിൽ എത്തിയിരിക്കുന്നു. ഇവിടെ നല്ല മഴയായിരുന്നു കേട്ടോ നമ്മൾ എത്തിയപ്പോൾ. അങ്ങനെ കുറച്ച് നേരം നമ്മൾ കാറിൽ കുത്തിരുന്നു. പിന്നെ മഴ പോയതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് കയറിയത്. ഇതൊരു വേറെ വൈബ് തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ അടിപൊളിയാണ്, ഉഷാറാണ്. അങ്ങനെ ഗൈസ് നമ്മൾ രാത്രിയായി വീട്ടിലെത്താൻ. അപ്പോൾ ഓക്കെ ബൈ.